വെൽക്കം ബാക്ക് ട്രാവൽ സിനിമാസ്. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സുരേഷ് ഗോപിയുടെ ഒരുപാട് വിവാദം സൃഷ്ടിച്ച ഒരു സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് മൂവി റിവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഈ സിനിമയെ കുറിച്ച് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയെ സമീപിച്ച ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു കോഡ് ഡ്രാമ എന്ന് മാത്രം ഈ ഒരു സിനിമയെ ഒതുക്കി നിർത്താൻ സാധിക്കില്ല. കാരണം അതിൻ്റെ വെളിയിലും കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നമ്മുടെ കണ്ണാൽ കാണിച്ചു നിൽക്കുന്ന ലക്ഷ്യം നല്ലൊരു ത്രില്ല് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സാമാന്യം തീരെ തരക്കേടില്ലാത്തൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നായകൻ അദ്ദേഹം ചിന്താമണി കൊലക്കേസിന് ശേഷം ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ വീണ്ടും നമുക്ക് മുമ്പിൽ നമ്മളെ രസിപ്പിക്കാൻ എത്തുന്ന നല്ല രീതിയിലുള്ള പഞ്ച് ഡയലോഗുകൾ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറിട്ട ആക്ഷൻ സ്റ്റൈലുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി വീണ്ടും JSK ആയിട്ട് എത്തി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു സിനിമയുടെ ഗതി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഹൈ ആയിട്ട് ഈ ഒരു സിനിമയുടെ ഗ്രാഫ് അങ്ങ് ഉയർന്നു പോവുകയാണ്. അതിനുശേഷം ഇന്റർവ്യൂവിന് ശേഷം ആ ഒരു ഹൈ നിലനിർത്താൻ ഈ ഒരു സിനിമയുടെ ഡയറക്ടറിന് സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും സിനിമ രണ്ടാം പകുതിയിൽ നമ്മൾ വിചാരിക്കുന്നത്ര ഹൈപ്പ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് വൺ ടൈം ഒക്കെ ചൂസ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഒരിക്കലും ഈ ഒരു സിനിമയെ മോശമായിട്ട് ഒരിക്കലും പറയുന്നില്ല. അത് അനുപമ പരമേശ്വരനായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അത്ര വലിയ ഹൈ പെർഫോമൻസ് ഒന്നും അല്ലെങ്കിൽ തീരെ തരക്കേടില്ലാത്ത നല്ലൊരു രീതിയിലുള്ള വേഷം തന്നെയാണ് അവനും ഈ ഒരു സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റുള്ള വ്യക്തികളായാലും അവരൊക്കെ ചൂസ് ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്. ആ ഒരു സീൻസിലൊക്കെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും പകുതിയിലൊക്കെ നിന്നുപോയ ഒരു സിനിമയാണ്. അതിൻ്റെ ചിത്രീകരണം വീണ്ടും പുനരാവിഷ്കരിക്കുമ്പോൾ ഉള്ള ചില പിഴവുകളുണ്ട്. അതാണ് ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം. ഡയറക്ടറിന്റെ പിടിപ്പുകളെന്ന് തന്നെ പറയാം. അതിൽ ഒരുപാട് ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപിയുടെ അവസാനത്തെ ആക്ഷനിൽ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസ്, അദ്ദേഹത്തിന്റെ താടി, മീശ, ഇതിലെ ഒരുപാട് ഫിക്സിങ് വ്യത്യാസങ്ങൾ ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ മുഴുകിയിരിക്കുന്ന ഒരു പ്രേക്ഷകന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നാടകമുണ്ടല്ലോ, ഒരു നാടകത്തിൽ ഒരു നായകൻ എങ്ങനെയാണ് വിഗ് വയ്ക്കുന്നത്, എങ്ങനെയാണ് താടി വയ്ക്കുന്നത്, എങ്ങനെയാണ് മീശ വയ്ക്കുന്നത്, ആ ഒരു രീതിയിൽ പിടിപ്പികളായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. തികച്ചും കല്ലുകടി തന്നെയാണ്. ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഹൈപ്പിൽ വരാനുള്ള ഒരു സിനിമയാണ്. ഫസ്റ്റ് ഗ്രാഫിൽ സുരേഷ് ഗോപിയുടെ കോഡ് ഡ്രാമ എന്ന് പറയുമ്പോൾ സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നായകൻ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തി ഉയർത്തി വാനോളം കൊണ്ടുപോകുന്ന ഇടിവെട്ട് ഐറ്റമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ രണ്ടാം പകുതിയിൽ വരുമ്പോഴാണ് ചെറിയ ചെറിയ കല്ലുകടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ഈ ഒരു സിനിമയെ ഒരിക്കലും നമുക്ക് മോശം എന്നൊന്നും എടുത്ത് പറയാൻ പറ്റില്ല. സിനിമയുടെ പ്രധാന കഥ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഒരു ബേക്കറിയിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെടുകയും അവര് പ്രഗ്നന്റ് ആവുകയും ചെയ്യുന്നു. അതിന് നീതി ലഭിക്കാൻ വേണ്ടി കോടതിയിലുള്ള കേസ് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഇവിടെയുള്ള സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ പ്രഗ്നന്റിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സംഗതിയായിട്ട് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നില്ല. കാര്യം ഈ ഒരു സിനിമയുടെ കഥ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ അത് കാണാനുള്ള ഒരു ഉമ്മുണ്ടല്ലോ, അതങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് കഥയിലേക്ക് കിടക്കുന്നില്ല. ആ ഒരു സംഗതികളൊക്കെ എങ്ങനെ ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടും, അതൊക്കെ എങ്ങനെ ക്ലാരിറ്റി ആയിട്ട് അവർക്ക് മനസ്സിലാവും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സിനിമയായി തന്നെ കാണുമ്പോൾ അത്ര ഒരു രീതിയുള്ളൂ. സിനിമ കണ്ടിട്ട് എനിക്ക് എബോ ആവറേജ് ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൺ ടൈം ആയിട്ട് തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.